ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? സന്തോഷമാണോ എല്ലാവർക്കും? എല്ലാവരുടെ മുഖത്ത് നല്ല ചിരിയാണല്ലോ, നല്ല സന്തോഷമാണല്ലോ. ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ? എല്ലാവരും തന്നെ കാണുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. സിസ്റ്ററിന് ഒത്തിരി സന്തോഷമുണ്ട്. നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ മുഴുവനായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ്സും നമ്മെയും നമ്മുടെ ജീവിതവും നമ്മുടെ പാരൻസിനെയും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? കൈകൾ കൂപ്പി കണ്ണടച്ച് നിൽക്കുക. നമ്മൾക്ക് ഈശോയിലേക്ക് നമ്മളെ മുഴുവനായി സമർപ്പിക്കാം. നല്ല ഈശോയെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ എടുത്തു വയ്ക്കുന്നു. അങ്ങയുടെ ആത്മാവിൻ്റെ വരദാനങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന ക്ലാസ്സിനെയും ഞങ്ങളെ മുഴുവനും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് നിറയ്ക്കണമേ. സഭയെ കൂടുതൽ സ്നേഹിക്കുവാൻ, സഭയ്ക്കു വേണ്ടി ജീവിക്കുവാൻ അങ്ങ് ഓരോ നിമിഷവും ഞങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ മുഴുവൻ, ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുക്കളെയും ലോകം മുഴുവനെയും അങ്ങ് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, നല്ല മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് പാഠമാണ് പഠിച്ചത്? സഭ മിശിഹായുടെ ശരീരം അല്ലേ? അതിനകത്ത് വർക്ക് ചെയ്തോ? സിസ്റ്റർ പറഞ്ഞു തന്ന കാര്യങ്ങൾ ചെയ്തായിരുന്നോ? ക്വസ്റ്റ്യൻസ് എഴുതാൻ പറഞ്ഞത് എഴുതിയോ? എഴുതി അല്ലേ? വചനങ്ങൾ പഠിച്ചു. എന്നിട്ട് അത് നമ്മളെ കൊണ്ടാവുന്നത് പോലെ മറ്റുള്ളവരോട് പറഞ്ഞല്ലോ അല്ലേ? പറഞ്ഞു എന്ന് സിസ്റ്റർ വിശ്വസിക്കുവാണ്. മിടുക്കരാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യും, നിങ്ങൾ നല്ല കുട്ടികളാണ്. ഇനി നമ്മൾ ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കുവാണ്. എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ആരുടെ ഉൾക്കാഴ്ചയായിരുന്നു അതിനകത്ത് കൂടുതലായിട്ട് നമ്മൾ ചർച്ച ചെയ്തത്? പൗലോസ്ലീഹായുടെ അല്ലേ? പൗലോസ്ലീഹ പറഞ്ഞു സഭ എന്താണെന്നാ പറഞ്ഞത്? മിശിഹായുടെ ശരീരമാണ്. ഇനി ഈ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാരാണ്? മിശിഹ അല്ലേ? മിടുക്കരാണ്. നമുക്കതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ വചനം വായിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം, അധ്യായം 12 മുതലുള്ള വചനങ്ങൾ. ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്. അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ക്രിസ്തുവും. നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാനസ്നാനമേറ്റു. യഹൂദരെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ ഭേദം കൂടാതെ ഒരേ ആത്മാവിനെ പാനം ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചു. ഒരു അവയവമല്ല, പലതു ചേർന്നതാണ് ശരീരം. ഞാൻ കൈയല്ലാത്തതിനാൽ ശരീരത്തിൻ്റെ ഭാഗമല്ല എന്നു കാൽ പറഞ്ഞാൽ അത് ശരീരത്തിൻ്റെ അല്ലെന്ന് വരുമോ? അതുപോലെ തന്നെ ഞാൻ കണ്ണല്ലാത്തതിനാൽ ശരീരത്തിൻ്റെ ഭാഗമല്ല എന്ന് ചെവി പറഞ്ഞാൽ അത് ശരീരത്തിൻ്റെ ഭാഗമല്ലെന്ന് വരുമോ? ശരീരം ഒരു കണ്ണു മാത്രമായിരുന്നെങ്കിൽ ശ്രവണം സാധ്യമാകുന്നത് എങ്ങനെ? ശരീരം ഒരു ചെവി മാത്രമായിരുന്നെങ്കിൽ ഘ്രാണം സാധ്യമാകുന്നത് എങ്ങനെ? എന്നാൽ ദൈവം സ്വന്തം ഇഷ്ടമനുസരിച്ച് ഓരോ അവയവവും ശരീരത്തിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്താ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്? നാം എല്ലാവരും പല അവയവങ്ങളാണെങ്കിലും ഒരു ശരീരത്തിലെ അവയവങ്ങളാണല്ലേ? ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു, നമ്മൾ മിശിഹായുടെ ശരീരത്തിലെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും എന്ന്. നമ്മൾ നോക്കുക, നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ അവയവങ്ങളുണ്ടെന്ന് നമുക്കറിയാം അല്ലേ? ഇനി ഈ അവയവങ്ങൾക്ക് എല്ലാത്തിനും ഒരേ ധർമ്മമാണോ? അങ്ങനെയാണോ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്? അല്ല, നമുക്കറിയാം അല്ലേ? കണ്ണിൻ്റെ ധർമ്മം എന്താ? കാണുക എന്നുള്ളതാണ് കണ്ണിൻ്റെ ധർമ്മം. ചെവിയുടേതോ? കേൾക്കുക. അതുപോലെ മൂക്കിൻ്റെത് സ്മെല്ല് ചെയ്യുക അല്ലേ? ഘ്രാണം, സ്മെല്ല് ചെയ്യുക എന്നുള്ളതാണ് മൂക്കിൻ്റെ ധർമ്മം. അതുപോലെ തന്നെ നമുക്ക് ഓരോ കൈക്കുണ്ട് വ്യത്യസ്തമായ ധർമ്മം, കാലിനുണ്ട്. നമ്മുടെ ശരീരത്തിനെല്ലാം വ്യത്യസ്തമായ ധർമ്മങ്ങളുണ്ട്. അതാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ബാക്കിയായിട്ട് പൗലോസ്ലീഹ പറയുന്നത് ഇതുപോലെ തന്നെയാണ് സഭയും. സഭ ഒരു ഈശോയുടെ ശരീരമാകുന്ന വ്യത്യസ്തങ്ങളായ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരുമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഇങ്ങനെയാണെങ്കിൽ ഓരോ അവയവത്തിനും വ്യത്യസ്തമായ ധർമ്മങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയാണ് സഭയിലെ അംഗങ്ങളും എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി കണ്ണിൻ്റെ ധർമ്മം എന്താണെന്ന് നമുക്കറിയാം. അത് വളരെ പ്രധാനപ്പെട്ട ധർമ്മമല്ലേ? അതെ. അതുപോലെ തന്നെ ചെവിയുടേത് അതിലും പ്രധാനപ്പെട്ടതാണ്. കൈക്ക് അതിൻ്റെതായ ധർമ്മമുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരവയവത്തിൻ്റെ ധർമ്മത്തിന് പ്രാധാന്യം കൂടുതലാണോ? അല്ല അല്ലേ? എല്ലാത്തിനും ഒരേ പ്രാധാന്യമാണുള്ളത്. ഇനി നോക്കുക, പൗലോസ്ലീഹ പറയുന്നുണ്ട്
ഞാൻ കണ്ണല്ലാത്തതിനാൽ ശരീരത്തിൻ്റെ ഭാഗമല്ല എന്ന് ചെവി പറഞ്ഞാൽ അത് ശരീരത്തിൻ്റെ ഭാഗമല്ലാതെ വരുമോ? അല്ലേ? കൈ അല്ലാത്തതിനാൽ ശരീരത്തിൻ്റെ ഭാഗമല്ലെന്ന് പറഞ്ഞാൽ കാല് അങ്ങനെ പറഞ്ഞാൽ അത് സാധിക്കുമോ? ഇല്ല അല്ലേ? എല്ലാം കൂടി ചേർന്നതാണ് നമ്മുടെ ഒരു ശരീരം എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ അവയവത്തിനും, ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള അവയവങ്ങൾക്ക് പോലും, നിസ്സാരമെന്ന് നമ്മൾ വിചാരിക്കുന്ന അവയവങ്ങൾക്ക് പോലും അതിൻ്റേതായ പ്രാധാന്യവും ധർമ്മവുമുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് നിന്നാൽ മാത്രമേ ശരീരം പൂർണ്ണമാകുള്ളൂ അല്ലേ? അല്ലാതെ ഒരവയവം മാത്രം മാറി നിന്നാലോ ശരീരമാവില്ല അല്ലേ? നമുക്കറിയാം അതല്ലേ? ഇങ്ങനെ ഈ അവയവങ്ങളെല്ലാം പരസ്പരം സഹായിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത്. കൈക്കൊരാവശ്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് എന്ത് ചെയ്യും? ഒരു സാധനം നമ്മളുടെ അടുത്ത് നിന്ന് കുറച്ച് അകലെയായിരിക്കുന്നത്, അതെടുക്കണമെങ്കിൽ കൈ കൊണ്ട് നീട്ടിയാൽ എത്തുമോ? ഇല്ല അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? നടന്നു പോകണം. അതാര് സഹായിക്കുന്നു? കാല് സഹായിക്കുന്നു. ഇങ്ങനെ ഒരവയവത്തിന് എന്താവശ്യമുണ്ടോ അത് മറ്റവയവം സാധിച്ചു കൊടുക്കുന്നു. അങ്ങനെ പരസ്പരം സഹായിച്ച് വർത്തിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മളുടെ ശരീരത്തിൻ്റെ ഉദാഹരണത്തിലൂടെ പൗലോസ്ലീഹ നമുക്ക് പറഞ്ഞു തരുക ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ അവയവവും പരസ്പരം സഹായിച്ച് വർത്തിക്കുമ്പോൾ മാത്രമേ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമായിട്ട് നടക്കുകയുള്ളൂ, അത് ശരിയായ വിധത്തിൽ നടക്കുകയുള്ളൂ. അത് നമുക്കറിയാം അല്ലേ? ഇങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോയി ആ സാധനം എടുത്തുകൊണ്ട് വരണമെന്ന് നമുക്ക് തോന്നിക്കഴിയുമ്പം കാലിന് ഭയങ്കര വേദനയാണ് എന്ന് പറഞ്ഞിരുന്നാൽ കാര്യമുണ്ടോ? നമുക്കത് കിട്ടുമോ? ഇല്ല. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണെങ്കിൽ നമ്മൾ ഓടിപ്പോകും അല്ലേ? അപ്പം അതിനനുസരിച്ച് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ പരസ്പരം സഹകരിച്ച് ജീവിക്കുമ്പോഴാണ്, സഹകരിച്ച് വർത്തിക്കുമ്പോഴാണ് ശരീരത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും കാര്യക്ഷമമായിട്ട് നടക്കുന്നത്. ഇതുപോലെ തന്നെയാണ് സഭയിലും. സഭയിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു, സഭയിലെ അംഗങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ അവയവങ്ങളാണെന്ന്. അതുപോലെ തന്നെ സഭയിലെ വ്യത്യസ്തങ്ങളായ അവയവങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ ധർമ്മങ്ങളുണ്ട്. കണ്ണിന് കാണാനുള്ള ധർമ്മമാണെങ്കിൽ, ചെവിക്ക് കേൾക്കാനുള്ള ധർമ്മമാണെങ്കിൽ, സഭയിലെ ഓരോ അംഗത്തിനും വ്യത്യസ്തങ്ങളായ ധർമ്മങ്ങളുണ്ട്. അതാണ് പൗലോസ്ലീഹ ഈ ഒരു വചനത്തിൻ്റെ ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നത്. അല്ലാതെ നിങ്ങളെല്ലാവരും ശരീരത്തിൻ്റെ അവയവങ്ങളാണ്, നിങ്ങൾക്ക് പരസ്പരം വ്യത്യസ്തങ്ങളായ ധർമ്മങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് മനസ്സിലാകുമോ? പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാക്കി തന്നു. എന്നിട്ട് പൗലോസ്ലീഹ വചനം പറയുവാണ്, പലതെങ്കിലും ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ചേർന്ന് ഒരു ശരീരത്തിന് രൂപം കൊടുക്കുന്നത് പോലെ വിശ്വാസികൾ മിശിഹായിൽ ഒരു ശരീരമായി തീരുന്നു. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. 1 കൊരിന്തോസ് 12:12 കണ്ടോ? പൗലോസ്ലീഹ പറഞ്ഞത് മനസ്സിലായോ? പലതാണെങ്കിലും അവയവങ്ങളെല്ലാം കൂടി ഒന്ന് ചേർന്ന് ഒരു ശരീരമായി വരുന്നത് പോലെ തന്നെ അംഗങ്ങളെല്ലാവരും ചേർന്ന് മിശിഹായിൽ ഒന്നായി തീരുമ്പോൾ അത് സഭയായി തീരുന്നു എന്നുള്ളതാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം, സഭ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു അല്ലേ? എന്താ സഭ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ മനസ്സിലായി. മാർപ്പാപ്പായും കർദിനാളന്മാരും മെത്രാന്മാരും സമർപ്പിതരും വൈദികരും അൽമായരും ഒക്കെ ചേർന്നതാണ് സഭ. ഇങ്ങനെ മുകളിൽ നിന്നും താഴേക്കല്ല വരുന്നത്, എല്ലാവരും ഒരുമിച്ച് ചേർന്നതാണ്. ഇവർക്കെല്ലാം ഒരേ പ്രാധാന്യമാണ് സഭയിലുള്ളത്. ഇതിൻ്റെ ഹെഡായിട്ട് നിൽക്കുന്നത് ആരാ? മിശിഹ. മിശിഹായിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സമൂഹമാണ് സഭ എന്ന് പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഈ അംഗങ്ങൾക്കെല്ലാം വ്യത്യസ്തമായ ധർമ്മങ്ങളാണുള്ളത്. നമുക്കറിയാമല്ലേ എന്താ വ്യത്യസ്തമായ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്? എങ്ങനെയാണ് വ്യത്യസ്തമായ ധർമ്മങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? എങ്ങനെയാണ്? അതിനകത്ത് നമുക്കറിയാം, വൈദികരുടെ ധർമ്മം നമുക്കറിയാം അല്ലേ? വൈദികരുണ്ട്, സമർപ്പിതരുണ്ട്, പിന്നെ അൽമായരുണ്ട്, ഏകസ്ഥ ജീവിതം നയിക്കുന്നവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ ജീവിത അന്തസ്സ് തിരഞ്ഞെടുത്തിരിക്കുന്നവരാണ് നമ്മുടെ സഭയിലുള്ളത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തായിരുന്നു. അപ്പോൾ വൈദികരുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? അത് നിങ്ങൾക്കറിയാമോ? എന്തൊക്കെയാണ് വൈദികരുടെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്? നയിക്കുക, വിശുദ്ധീകരിക്കുക, പഠിപ്പിക്കുക, ആശീർവദിക്കുക, ഇങ്ങനെയൊക്കെയാണ് വൈദികരുടെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. അത് നമുക്കറിയാം അല്ലേ? വൈദികർ അവർ നമ്മളെ പഠിപ്പിക്കുന്നു, വിശ്വാസികളെ പഠിപ്പിക്കുന്നുണ്ട്, നല്ല പ്രബോധനങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്, നമ്മളെ ആശീർവദിക്കുന്നുണ്ട്. അതിന് മറ്റാർക്കെങ്കിലും അധികാരമുണ്ടോ? ഇല്ല അല്ലേ? മാർപ്പാപ്പ, കർദിനാളന്മാർ, മെത്രാന്മാർ, വൈദികർ ഇവർക്കൊക്കെയാണ് സഭാ സമൂഹത്തെ മുഴുവൻ ആശീർവദിക്കുവാനുള്ള അവകാശമുള്ളത് അല്ലേ? അതുപോലെ തന്നെ നയിക്കുന്നു. ഒരു ഇടവകയെ മുഴുവൻ നയിക്കുന്നത് ആരാ? നമ്മുടെ വികാരിയച്ഛൻ അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ കൊച്ചച്ഛൻ. വൈദികരാണ് നമ്മുടെ ഇടവകയെ നയിക്കുന്നത്. സഭാ സമൂഹത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് വൈദികരാണ്. അതുപോലെ തന്നെ സമർപ്പിതരുടെ കടമ എന്തൊക്കെയാണ്? അവർ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ മറ്റ് സേവനങ്ങൾ ചെയ്യുന്നു. അതുപോലെ തന്നെ ഏകസ്ഥ ജീവിതം നയിക്കുന്നവരും പ്രാർത്ഥനയിലും മറ്റ് ശുശ്രൂഷകളിലും ഒക്കെ ജീവിക്കുന്നവരാണ്. അതുപോലെ അൽമായരുടെ പ്രത്യേകമായ കടമ എന്താ അവരുടെ കടമ? കുടുംബജീവിതം വിശ്വസ്തയോടുകൂടി
ജീവിക്കുന്നു, അങ്ങനെ ഈശോയെ സ്നേഹിക്കുന്നു. അത് മാത്രമല്ല, മറ്റ് പല വചന പ്രഘോഷണമായിട്ടും മറ്റ് ശുശ്രൂഷകളായിട്ടും ഒക്കെ ഇവർ ചെയ്യുന്നുണ്ടല്ലേ അൽമായർ. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ധർമ്മങ്ങളാണ് സഭയിലുള്ള ഓരോ വ്യക്തിക്കുമുള്ളത്. ഇനി സിസ്റ്ററിനുള്ള ധർമ്മമാണോ നിങ്ങൾക്കുള്ളത്? ആണോ? സിസ്റ്റർ ഇവിടെ നിന്ന് ഒരു ടീച്ചറായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കുന്നു. അതാണ് ഇപ്പം നിങ്ങളുടെ ധർമ്മം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഗുരുക്കന്മാരെയും എല്ലാവരെയും ബഹുമാനിക്കുക, ആദരിക്കുക, അനുസരിക്കുക. ഇതൊക്കെയാണ് കുട്ടികളായ നിങ്ങളുടെ ധർമ്മം എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ധർമ്മങ്ങളാണുള്ളത്. ഇതാണ് പൗലോസ്ലീഹ നമ്മളോട് പറഞ്ഞു തരുന്നത്. നോക്കുക, അതിനകത്ത് പൗലോസ്ലീഹ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വചനം പറയുന്നുണ്ട്. സിസ്റ്റർ ഒന്ന് വായിക്കാം. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിൽ തന്നെയാണ് ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. 27ഉം 29ഉം വചനങ്ങളാണ്. ദൈവം തൻ്റെ സഭയിൽ 1-ാമത് സ്ലീഹന്മാരെയും 2-ാമത് പ്രവാചകന്മാരെയും 3-ാമത് പ്രബോധകരെയും പിന്നെ അത്ഭുത പ്രവർത്തകരെയും രോഗശാന്തി നൽകുന്നവരെയും സഹായികളെയും വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരെയും നിയമിച്ചിരിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്? ഇപ്പം സിസ്റ്റർ പറഞ്ഞത് മനസ്സിലായില്ലേ? വിവിധങ്ങളായ ധർമ്മങ്ങൾ പറഞ്ഞത് മനസ്സിലായില്ലേ? അതുപോലെ തന്നെയാണ് ദൈവം ഓരോരുത്തരെ പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്നിട്ട് അവർക്ക് ഓരോ ധർമ്മങ്ങൾ അങ്ങ് നൽകിയിരിക്കുക. 1-ാമത് പ്രവാചകന്മാരെ, അത്ഭുത പ്രവർത്തകരെ, പ്രബോധകരെ, രോഗശാന്തി നൽകുന്നവരെ, വിവിധങ്ങളായി നയിക്കുന്നവരെ, ഇങ്ങനെയൊക്കെ പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം അല്ലെ, വൈദികർക്ക് വൈദികരുടേതായ ധർമ്മങ്ങളുണ്ട്, സമർപ്പിതർക്ക് സമർപ്പിതരുടേതായ ധർമ്മങ്ങളുണ്ട്. ഇങ്ങനെ ദൈവം ഓരോരുത്തരെ പ്രത്യേകം പ്രത്യേകം ധർമ്മങ്ങൾ നയിക്കുവാൻ വേണ്ടി, ധർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത് നമ്മളോട്. ഇനി ഈ സഭയിലെ നമ്മൾ അംഗങ്ങളായിരിക്കുക എന്നതുകൊണ്ട് നമുക്ക് കുറച്ച് കടമകളൊക്കെ ഇല്ലേ? എന്താ നമ്മുടെ കടമ എന്ന് പറയുന്നത്? ഇങ്ങനെ നമ്മൾ സഭയിൽ അംഗമാണ്. അത് വെറുതെ ഒരു അംഗം എന്ന് പറഞ്ഞാൽ മിശിഹായുടെ ശരീരമാകുന്ന സഭയിലെ ഒരവയവമാണ് നമ്മൾ. അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് എന്തൊക്കെയോ കടമകളുണ്ടല്ലോ അല്ലേ? അതെന്തൊക്കെയാണെന്നുള്ളതാണ് പൗലോസ്ലീഹ പറഞ്ഞു തരുന്നത്. അതായത്, ഒന്നാമതായിട്ട് നമുക്ക് കുറച്ച് ദാനങ്ങളും വരങ്ങളുമൊക്കെ ദൈവം നൽകിയിട്ടുണ്ട്. ആ ദാനങ്ങളും വരങ്ങളുമൊക്കെ ഈശോ നൽകിയതാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി അവയെ സ്വീകരിക്കുക. അല്ലാതെ എനിക്ക് പ്രസംഗം പറയാൻ കഴിവുണ്ട്, എനിക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിവുണ്ട്, ഞാൻ നന്നായിട്ട് പഠിക്കും, എൻ്റെ കഴിവുകൊണ്ടാണ് ഞാൻ പഠിച്ച് ജയിച്ചത്, ഫസ്റ്റ് റാങ്ക് മേടിച്ചതെന്നൊക്കെ പറഞ്ഞാൽ ശരിയാകുമോ? ഇല്ല അല്ലേ? അതെനിക്ക് ഈശോ തന്ന കഴിവാണ്. ഈശോയുടെ ദാനമല്ലായിരുന്നെങ്കിൽ എനിക്കിതൊന്നും സാധിക്കുകയില്ലായിരുന്നു. നല്ല ബുദ്ധിയോടുകൂടി പെരുമാറാൻ നമുക്ക് പറ്റുന്നില്ലേ? ഇനി പഠിക്കാനോ പ്രസംഗം പറയാനോ ഒന്നും നമുക്ക് അല്പം പിന്നോട്ടാണെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? നമ്മുടെ കണ്ണിന് നല്ല കാഴ്ചയില്ലേ? അതുപോലെ ചെവിക്ക് എന്ത് കേൾവിയാ? അങ്ങനെ ഈശോ, അതൊക്കെ നമുക്ക് ഈശോ നൽകിയതായതുകൊണ്ട് മാത്രമാണ് നമുക്കതിന് സാധിക്കുന്നത്. ഈ ഒരു മനോഭാവം നമുക്കുണ്ടായിരിക്കണം. ദൈവം നമുക്ക് നൽകിയ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളുമൊക്കെ അത് ദൈവത്തിൽ നിന്നാണ് ലഭിച്ചത് എന്നുള്ള വിശ്വാസത്തോടുകൂടി, ബോധ്യത്തോടുകൂടി അവയെ സ്വീകരിക്കുക. അതുപോലെ തന്നെ ആ ഒരു ബോധ്യത്തോടു കൂടി തന്നെ ആയിരിക്കണം നമ്മൾ അവയെ വിനിയോഗിക്കേണ്ടത്. കണ്ണിൻ്റെ ധർമ്മം നമുക്കറിയാം അല്ലേ? നല്ല കാഴ്ച നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ ധർമ്മത്തെ നമ്മൾ ദുരുപയോഗം ചെയ്യാൻ പാടുണ്ടോ? നമുക്കിഷ്ടമുള്ളതെല്ലാം കാണാനുള്ള അവകാശം നമുക്കുണ്ടോ? ഇല്ല അല്ലേ? നമുക്കറിയാം ഇത് കാണണ്ടാത്ത കാര്യമാണെങ്കിൽ കാണരുത് നമുക്കറിയാം. അത് നമ്മുടെ മനസാക്ഷി നമ്മളോട് പറഞ്ഞു തരും അല്ലേ? നമ്മൾ കുറേ വീഡിയോ കാണുന്നുണ്ട്, സിനിമ കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കാണുമ്പം ഇത് കാണണ്ട എന്ന് നമ്മളോട് പറഞ്ഞു തരുമ്പോൾ, നമ്മുടെ മനസാക്ഷി നമ്മളോട് പറഞ്ഞു തരുമ്പോൾ നമ്മളത് അനുസരിക്കണം. എന്നിട്ട് അതിനെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം. ഇതാണ് ഈശോ നമുക്ക് നൽകിയതാണ് ഈ ദാനം എന്നുള്ള മനോഭാവത്തോടു കൂടി നമ്മളത് വിനിയോഗിക്കുമ്പോൾ സാധിക്കുന്നത്. അതുപോലെ ഞാൻ നന്നായിട്ട് പഠിക്കും എന്നുള്ളത് എന്തിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാം? പഠിക്കാൻ സാധിക്കാത്ത ആൾക്ക് നമുക്ക് സഹായിച്ചു കൊടുക്കാം അല്ലേ? അങ്ങനെ ഇത് നമുക്ക് ദൈവം നൽകിയ ദാനത്തെ ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണെന്നുള്ള ബോധ്യത്തോടു കൂടി, എളിമയോടുകൂടി നമുക്ക് സ്വീകരിക്കാം. ഇനി നോക്കിയേ, ഇതുപോലെ തന്നെ ദൈവമഹത്വവും സഭയുടെ വളർച്ചയും ലക്ഷ്യമാക്കി വേണം ഇവയെ ഉപയോഗിക്കാൻ വേണ്ടി. അല്ലാതെ എൻ്റെ കഴിവാണ്, എനിക്ക് സാധിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളൊരു അഹങ്കാരം പാടില്ല എന്ന്. ഇതെനിക്ക് ദൈവം നൽകിയതാണ്, ഞാൻ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഇവയെ ഉപയോഗിക്കും എന്നുള്ള മനോഭാവമായിരിക്കണം നമുക്കുണ്ടാകുന്നത്. അല്ലാതെ എൻ്റെ പേരിനും എൻ്റെ പ്രശസ്തിക്കും അതിനുവേണ്ടി മാത്രം ഇത് ഉപയോഗിക്കുകയല്ല വേണ്ടത്. എനിക്ക് എല്ലാവരുടെയും മുൻപിൽ നല്ല പേര് കിട്ടാൻ വേണ്ടി അങ്ങനെയല്ല നമ്മൾ നമ്മളുടെ കഴിവുകൾ ഉപയോഗിക്കേണ്ടത്. അത് ദൈവം എനിക്ക് നൽകിയ ദാനമാണ്, അത് ഞാൻ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള മനോഭാവത്തോടു കൂടി അവയെ സ്വീകരിക്കണം.
അതുപോലെ തന്നെ ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 13-ാം അധ്യായം 16-ാമത്തെ വചനമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതിലും വൈമനസ്യം കാണിക്കരുതെന്ന്, ഉപേക്ഷ വരുത്തരുതെന്ന്. നമ്മൾ നന്മ ചെയ്യുന്ന നല്ല മക്കളാവണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകൊണ്ട് നമ്മൾ അനേകർക്ക് നന്മ ചെയ്യുന്നവരാകണം. എനിക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ ഞാൻ ചെയ്യാതിരിക്കരുത്, അതിനൊരു ഉപേക്ഷ വരുത്തരുത്. ഉപേക്ഷ വരുത്തിക്കൊണ്ടുള്ളൊരു പാപം ഉണ്ടല്ലേ, നമുക്കറിയാം അതല്ലേ, ഉപേക്ഷയാൽ നമ്മൾ വരുത്തുന്ന പാപം ഉണ്ട്. അതുകൊണ്ട് ആ ഒരു നന്മ ചെയ്യാൻ കഴിയുന്ന സാഹചര്യങ്ങളും അവസരങ്ങളും പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നോക്കുക, ഇതുപോലെ തന്നെ വിശുദ്ധ ചാവറയച്ചനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. ചാവറപിതാവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അപരന് നന്മ ചെയ്യാൻ പറ്റാത്ത ഒരു ദിവസം പോലും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന്. എന്താണ് പറഞ്ഞത്? മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ സാധിക്കാത്ത ഒരു ദിവസം പോലും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന്. അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് നന്മ ചെയ്യാൻ എല്ലാ ദിവസവും നമുക്ക് നന്മ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. നമ്മളിപ്പോൾ വീട്ടിലാണെങ്കിൽ പോലും നമുക്കതിനുള്ള അവസരമുണ്ട്. അമ്മയെ സഹായിക്കാം അല്ലേ, അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മുടെ അനിയത്തിമാരെയും അനിയന്മാരെയും ഒക്കെ സഹായിക്കാം. അതുപോലെ തന്നെ ഇനി സ്കൂളിൽ പോയാലോ എന്തെല്ലാം നന്മ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അല്ലേ. ചില വിഷയങ്ങൾ മനസ്സിലാവാത്ത നമ്മളുടെ കൂട്ടുകാരുണ്ടല്ലോ, ഇവർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് നമുക്ക് അവരെ സഹായിച്ചുകൂടെ അല്ലേ. അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ് കാണാൻ പറ്റാത്തവരും ഉണ്ടല്ലേ, ചിലർക്കൊക്കെ ഇതിനുള്ള സൗകര്യങ്ങളില്ലാത്തവരും ഉണ്ട്, നമുക്കറിയാം. അവരെയൊക്കെ നമുക്ക് സഹായിച്ചു കൊടുത്തുകൂടെ? എന്തൊക്കെയാ സിസ്റ്റർ ക്ലാസ് എടുത്തേ എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അവർക്ക് പറഞ്ഞു കൊടുത്തുകൂടെ? ഇങ്ങനെ സഹായം ചെയ്തു കൊടുക്കണം. ഇതിനുള്ള വലിയൊരു ഉദാഹരണം സിസ്റ്റർ പറഞ്ഞു തരാം. വിശുദ്ധ അൽഫോൻസാമയെ നമുക്കറിയാമല്ലോ. അൽഫോൻസാമ്മ നന്മ ചെയ്യുന്ന വലിയ പുണ്യവതിയായിരുന്നു. അൽഫോൻസാമ്മ നന്മയുടെ വലിയ പുണ്യവതിയാണ്. അൽഫോൻസാമ്മ നന്മ ചെയ്യാത്ത ഒരു ദിവസം പോലുമില്ല. അതായത് അൽഫോൻസാമ്മ ചെയ്യുന്ന നന്മയ്ക്ക് കണക്കുകളില്ല, അത്രമാത്രം നന്മ ചെയ്യും. രോഗിയായിരുന്നിട്ട് പോലും കറണ്ട് പോയി കഴിയുമ്പം സിസ്റ്റേഴ്സ് നടന്നു വരുമ്പം, ചാപ്പലിൽ നിന്നും പള്ളിയിൽ നിന്ന് വരുമ്പം അവർക്ക് ബുദ്ധിമുട്ടാവരുതല്ലോ എന്ന് വിചാരിച്ച് നടക്കാൻ പറ്റാത്ത അൽഫോൻസാമ്മ ഏന്തി വലഞ്ഞ് ഒരു ചെറിയ തിരിക്കഷ്ണം കൊണ്ടുപോയി ഇങ്ങനെ സ്റ്റെപ്പിൻ്റെ അവിടെയൊക്കെ കത്തിച്ചു വെക്കും. എവിടെയൊക്കെയാണോ തിരി വേണ്ടത് അവിടെയൊക്കെ അൽഫോൻസാമ്മ കത്തിച്ചു വെക്കും. അത് അൽഫോൻസാമ്മ ചെയ്യുന്ന വലിയൊരു നന്മയല്ലേ. അതുപോലെ തന്നെ ഇങ്ങനെ സിസ്റ്റേഴ്സ് ഇങ്ങനെ അവരുടെ ഡ്രസ്സൊക്കെ അലക്കിയിട്ട് കഴിയുമ്പം അതിനെ എടുത്ത് മടക്കി നന്നായി തേച്ച് നല്ല വൃത്തിക്ക് എടുത്തു വെക്കുക. ഇങ്ങനെ അൽഫോൻസാമ്മ രോഗിയായിട്ട് വേദനയുടെ ഇടയിൽ പോലും നന്മ ചെയ്തൊരു വ്യക്തിയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈശോയെ സ്നേഹിക്കണമെങ്കിൽ ഈശോയുടെ ശരീരമായ സഭയെയും ഞാൻ സ്നേഹിക്കണം. അതിനെന്ത് ചെയ്യണം? സഭയിൽ ഈശോയാണ് ജീവിക്കുന്നത് എന്നുള്ള ഓർമ്മ നമുക്കുണ്ടാവണം, ഒരു ബോധ്യം നമുക്കുണ്ടാവണം. ഇനി സഭയിൽ ഈശോയുടെ നിരന്തര സാന്നിധ്യമുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഒരു വചനമുണ്ടല്ലോ, നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു വചനമുണ്ടല്ലോ, എല്ലായിടത്തും എപ്പോഴും നമ്മൾ പറയുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വചനം ഉണ്ടല്ലോ. എന്താ അത്? ഈശോ എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയുന്ന ഒരു വചനം. ആർക്കൊക്കെ അറിയാമല്ലോ. എന്താ അത്? യുഗാന്തം വരെ നിങ്ങളോട് കൂടെ എന്നും ഞാൻ ഉണ്ടായിരിക്കും അല്ലേ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. എവിടെയാ വചനം കാണുന്നതെന്നറിയാമോ? ഏത് സുവിശേഷത്തിലാ? മത്തായിയുടെ സുവിശേഷത്തിലാണ്. അത് ഏത് സാഹചര്യത്തിലാണ് ഈശോ പറയുന്നത്? ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കണം, എന്നിട്ട് വിശ്വസിക്കുന്നവരെ ജ്ഞാനസ്നാനപ്പെടുത്തണം, നമ്മുടെ സഭയിലേക്ക് കൂട്ടണം എന്നൊക്കെ ഈശോ പറയുന്നുണ്ടല്ലേ. ആ സമയത്ത് ഈശോ അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും, എൻ്റെ സാന്നിധ്യം എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഞാൻ ഇപ്പം ജീവിച്ചിരുന്നപ്പോൾ നിങ്ങളുടെ കൂടെ മുഴുവൻ സമയവും ഉണ്ടായിരുന്നല്ലോ, അതുപോലെ തന്നെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഈശോ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ധൈര്യപ്പെടുത്തൽ ഈശോ ശിഷ്യന്മാർക്ക് മാത്രം നൽകുന്ന ധൈര്യപ്പെടുത്തലല്ല, നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന ധൈര്യപ്പെടുത്തലാണ്. സഭയിൽ ഇന്നും ഈശോ ജീവിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. സഭയിൽ എന്ന് പറഞ്ഞാൽ നമ്മിൽ ഓരോരുത്തരിലും ഈശോ ജീവിക്കുന്നു, പ്രവർത്തിക്കുന്നു, നമ്മെ നയിക്കുന്നു അല്ലേ. ഈ ഒരു ധൈര്യം നമുക്കുണ്ട്. നമ്മുടെ ഈശോ നമ്മോട് കൂടെ എപ്പോഴും ഉണ്ട്. ഇനി നോക്കാം, സഭാഗാത്രത്തെ, അതായത് സഭയാകുന്ന നമ്മുടെ ഈ അമ്മയെ, നമ്മുടെ ശരീരത്തെ, സഭയാകുന്ന ശരീരത്തെ മുഴുവൻ ഈശോ എങ്ങനെയാണ് പരിപോഷിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈശോയുടെ നിരന്തര സാന്നിധ്യം സഭയിൽ എങ്ങനെയാണ് ലഭിക്കുന്നത്? നമ്മളിപ്പോൾ കണ്ടു അല്ലെ, ഈ വചനത്തിലൂടെ ഈശോ പറഞ്ഞു, യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈശോയുടെ സാന്നിധ്യം എപ്പോഴും നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. എന്താ അത്? ഈശോയുടെ വചനം അല്ലേ. ഈശോയുടെ വചനത്തിലൂടെ ഈശോയുടെ നിരന്തര സാന്നിധ്യം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൂദാശകളിലൂടെ ഈശോയുടെ നിരന്തര സാന്നിധ്യം നമുക്ക് ലഭിക്കുന്നു.
അതെങ്ങനെയാണ് അത് കൂദാശകളിലൂടെ ലഭിക്കുന്നത്? നമുക്കറിയാം, നമ്മൾ കുമ്പസാരിക്കുമ്പോൾ, കുർബാന സ്വീകരിക്കുമ്പോൾ ഒക്കെ ഈശോയുടെ സാന്നിധ്യം നമുക്ക് ലഭിക്കുന്നുണ്ടല്ലേ. ഇനി അതുപോലെ തന്നെ സഭാ കൂട്ടായ്മയിലൂടെ, അതിനൊരു വചനം ഉണ്ടല്ലോ, അറിയാമോ വചനം? നമ്മൾ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്കൊക്കെ പോകുമ്പോൾ കേൾക്കുന്ന, വളരെ നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വചനമാണല്ലോ. എന്താ അത്? 2 or 3 പേർ എവിടെ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് ചേർന്നാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ടായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താ? ഈ സഭാ കൂട്ടായ്മയിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട്. 2 or 3 പേർ എൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈശോയുടെ നാമത്തിൽ നമ്മൾ സഭാംഗങ്ങൾ എവിടെ ഒരുമിച്ച് ചേർന്നാലും ഈശോയുടെ സാന്നിധ്യം നമ്മളോട് കൂടെയുണ്ട്. അതായത് തിരുവചനങ്ങളിലൂടെ, കൂദാശകളിലൂടെ, സഭാ കൂട്ടായ്മയിലൂടെ ഈശോയുടെ നിരന്തരമായ സാന്നിധ്യം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇനി തിരുവചനത്തിലൂടെ ഈശോയുടെ സാന്നിധ്യം നമുക്ക് എങ്ങനെയാണ്? തിരുവചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നു, നമുക്കറിയാമല്ലേ, അത് നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടതാണ്. അതുപോലെ തന്നെ ഈ വചനത്തിലൂടെയാണ് ഈശോ നമ്മെ നയിക്കുന്നത്. എങ്ങനെയാണ് ഈശോ വചനത്തിലൂടെ നമ്മെ നയിക്കുന്നത്? നമുക്കറിയാം, ഒത്തിരി വിശുദ്ധരുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. കുറേ പേരുടെ കഥകൾ, ഓരോ വചനം, ഏതെങ്കിലും ഒരു വചനമായിരിക്കും അവരെ സ്വാധീനിച്ചിട്ടുണ്ടാവുക. എന്നിട്ട് അവരെ പാപ സാഹചര്യങ്ങളിൽ നിന്നും മാറ്റി വിശുദ്ധിയുടെ വഴികളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഇല്ലേ ഏതെങ്കിലുമൊക്കെ വചനം നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടാവത്തില്ലേ? പരീക്ഷ എഴുതാൻ വേണ്ടി പേടിച്ചിങ്ങനെ ഇരിക്കുമ്പം ആരെങ്കിലും ഒരു സിസ്റ്ററോ നമ്മൾ ടീച്ചേഴ്സോ ആരെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടില്ലേ, ഈശോ പറഞ്ഞിട്ടുണ്ട് ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം നമുക്ക് ഭയങ്കര ധൈര്യം തോന്നിയിട്ടില്ലേ? ഇങ്ങനെ തിരുവചനങ്ങളിലൂടെ ഈശോ നമ്മെ നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനുദിനവുമുള്ള വിശുദ്ധ ബലി അർപ്പണത്തിലൂടെ നമുക്കറിയാം അല്ലെ, പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യം നമുക്കുണ്ട്. അന്ന് ഈശോ 33 വർഷം ജീവിച്ചിരുന്നത് പോലെ തന്നെ ഇന്ന് കൗദാശികമായിട്ട് ഈശോ നമ്മോട് കൂടെയുണ്ട്. ഈശോയുടെ ജീവിക്കുന്ന സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. അതെങ്ങനെയാ? വിശുദ്ധ കുർബാനയിലൂടെ അല്ലേ. ഈശോയുടെ നിരന്തരമായ സാന്നിധ്യം നമുക്കുണ്ട്. അത് ഈശോയുടെ ജീവിക്കുന്ന സാന്നിധ്യമാണ് നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധ കുർബാനയിലൂടെ. ഈ അനുദിനവും പരിശുദ്ധ കുർബാനയിലൂടെ ഈശോ നമ്മെ പരിപോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഈശോ നമ്മെ പരിപോഷിപ്പിക്കുന്നു, നമ്മെ വളർത്തുന്നു. ദൈവിക ജീവനിൽ നമ്മെ ഈശോ വളർത്തുകയാണ് ചെയ്യുന്നത്. നോക്കുക, പരിശുദ്ധ കുർബാനയിലൂടെ അനുദിനം വളർത്തുന്നു എന്ന് പറയുമ്പം നമുക്കറിയാം അല്ലേ, വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മൾ കൊടുത്തു കഴിയുമ്പം നമുക്ക് എന്തൊരു സമാധാനമാണ് അല്ലേ. കുർബാനയുടെ നമുക്കറിയാം ഏതൊക്കെ ഭാഗങ്ങളിലാണ് നമ്മൾ ഈശോയോട് കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. കാഴ്ചവെപ്പിൻ്റെ സമയത്ത്, അതുപോലെ തന്നെ ഇതെൻ്റെ രക്തമാകുന്നു, ഇതെൻ്റെ ശരീരമാകുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കും അല്ലേ. ആ സമയത്ത് എന്തൊരു സമാധാനം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ ദൈവിക ജീവൻ ആ സമയത്ത് ഈശോ നമ്മിലേക്ക് വർഷിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ ഈശോ പരിപോഷിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ നോക്കണം, ഈശോയുടെ ശരീരത്തിലും രക്തത്തിലും നാം പങ്കുപറ്റിക്കൊണ്ട് അവിടുത്തോട് നാം ഐക്യപ്പെടുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് പരിശുദ്ധ കുർബാനയിലൂടെ ഈശോ നമ്മെ പരിപോഷിപ്പിക്കുന്നത്? ഈശോയുടെ ശരീരവും രക്തവും നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ അവിടുത്തോട് ഐക്യപ്പെടുന്നു, നമ്മൾ ഒന്നായി തീരുകയാണ് ചെയ്യുന്നത്. ഈശോയുടെ ശരീരമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അത് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി അല്ലേ, നമ്മുടെ ആത്മാവിലായി ഈശോ. അങ്ങനെ ഞാനും എൻ്റെ ഈശോയും ഒന്നായി തീരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈശോയോട് നമ്മൾ കൂടുതൽ ഐക്യപ്പെടുന്നു. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഐക്യപ്പെടുത്തൽ നമ്മെ വേറൊരു കൂട്ടായ്മയിലേക്ക് കൂടി വളർത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ പള്ളിയിൽ പോകുമ്പം നമ്മൾ മാത്രമേ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുള്ളൂ? അല്ല അല്ലേ. പള്ളിയിൽ വരുന്ന കുമ്പസാരത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരും, വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ യോഗ്യതയുള്ള എല്ലാവരും ഒരേ പാത്രത്തിൽ നിന്നാണ് ഭക്ഷിക്കുന്നത്. അതായത് ഈശോയെ സ്വീകരിക്കുന്നത് ഒരേ ബലിപീഠത്തിൽ നിന്നുമാണ് ഈശോയെ സ്വീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരേ അപ്പത്തിലും ഒരേ പാനപാത്രത്തിലും നിന്ന് നമ്മൾ പങ്കുചേരുന്നതിനാൽ സഭാംഗങ്ങളെല്ലാവരും ഒന്നാണ്. ഈശോയുടെ ശരീരവും ഈശോയുടെ രക്തവും നമ്മൾ ഒരേ പാനപാത്രത്തിൽ നിന്നും ഒരേ അപ്പത്തിൽ നിന്നും ഭക്ഷിക്കുമ്പോൾ സഭാംഗങ്ങളെല്ലാവരും ഒന്നായി തീരുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മെ തമ്മിൽ ഐക്യപ്പെടുത്തുന്നു, ഒരു കൂട്ടായ്മയിൽ നമ്മൾ വളർത്തുന്നു. മനസ്സിലായോ സഭാഗാത്രത്തെ എങ്ങനെയാണ് ഈശോ പരിപോഷിപ്പിക്കുന്നതെന്ന്? ഈശോയുടെ നിരന്തര സാന്നിധ്യം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലായോ? ഈശോയുടെ രക്തത്തിലും ഈശോയുടെ അപ്പത്തിലും നമ്മൾ, ഈശോയുടെ ശരീരത്തിലും നമ്മൾ പങ്കുചേരുമ്പം സഭാംഗങ്ങൾ എല്ലാവരും ഒന്നായിത്തീരുന്നു, ഐക്യപ്പെടുന്നു. അങ്ങനെ നമ്മൾ ഒരുമിച്ച് നമ്മൾ ജീവിക്കുകയാണ് ചെയ്യുന്നത്, ഒരുമിച്ച് വർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മെ ഐക്യപ്പെടുത്തുന്നത്. നോക്കൂ, അതുപോലെ തന്നെ ഈശോയുടെ ശരീരത്തിലും രക്തത്തിലും പങ്കുപറ്റിക്കൊണ്ട് നാം അവിടത്തോട് ഐക്യപ്പെടുന്നതോടൊപ്പം തന്നെ സഭയോടും നമ്മൾ ഐക്യപ്പെടുന്നു എന്ന് പഠിച്ചല്ലേ. ഇനി നമ്മൾ നോക്കേണ്ടത്
ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു പാഠഭാഗത്തെക്കുറിച്ച് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് തീരുമാനമെടുക്കാം? നമ്മൾ ഒരേ അപ്പത്തിൽ നിന്നും ഒരേ പാനപാത്രത്തിൽ നിന്നുമാണ് സ്വീകരിക്കുന്നത്, പങ്കുപറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും ഒന്നാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ സഭയിൽ എനിക്ക് എൻ്റെ പ്രവർത്തനം കാഴ്ചവെക്കത്തില്ലേ? നമ്മളിപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്ന പ്രാദേശികമായ ഘടകം ഏതാണ് സഭയുടെ? ഏതാ? ഇടവകയല്ലേ? മിടുക്കരാണ്. ഇടവകയാണ് സഭയുടെ പ്രാദേശികമായ ഘടകം. ഈ ഇടവകയിൽ നമുക്ക് പങ്കുചേരാം. ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കാം. എങ്ങനെയാണ് ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നത്? നമ്മളിപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്ന മിഷൻ ലീഗ് സംഘടനയിലൂടെ അല്ലേ? ഈ സംഘടനയിലൂടെ നമുക്ക് ഇടവകയുടെ ഭാഗമായി സജീവമായി പ്രവർത്തിക്കാം. ഇനി ഈ ഒരു വചനം നമുക്ക് കാണാതെ പഠിക്കണം. നാം പലരാണെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ്, എല്ലാവരും ബന്ധപ്പെട്ട അവയവങ്ങളുമാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 5-ാം തിരുവചനം. ഇത് കാണാതെ പഠിക്കുക. ഇനി ഈ ഒരു ഭാഗത്ത് നമ്മൾ 3 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കാണുന്നുണ്ട്. അത് കണ്ടെത്തണം. ഒന്ന്, സഭ മിശിഹായുടെ ശരീരമാണെന്നുള്ള ബോധ്യം പൗലോസ്ലീഹായ്ക്ക് ലഭിച്ചത് എങ്ങനെ? അതെങ്ങനെയാണ് സിസ്റ്റർ പറയണ്ടല്ലോ, ഇപ്പം തന്നെ മനസ്സിലായില്ലേ? അത് കണ്ടെത്തുക. അതുപോലെ തന്നെ ഈശോയുടെ നിരന്തര സാന്നിധ്യം സഭയിൽ തുടരുന്നത് എങ്ങനെ എന്നുള്ള കാര്യം കണ്ടെത്തണം. ഇനി വിശുദ്ധ കുർബാന നമ്മെ ഈശോയോടും സഹോദരങ്ങളോടും ഐക്യപ്പെടുത്തുന്നത് എങ്ങനെ? ഇതും മനസ്സിലാക്കി നമ്മുടെ ബുക്കിൽ എഴുതണം. അതുപോലെ തന്നെ ഇന്ന് പഠിച്ച വചനവും നമ്മുടെ ബുക്കിൽ എഴുതണം. ഒരു വർക്ക് കൂടി സിസ്റ്റർ തരുവാണ്. തിരുവചനത്തിലൂടെ മാനസാന്തരത്തിലേക്ക് നയിച്ച ഏതെങ്കിലും ഒരു വിശുദ്ധനെ കണ്ടെത്തണം. ഉദാഹരണമായിട്ട് വിശുദ്ധ അഗസ്റ്റിനെ നമുക്ക് എടുക്കാം. നമുക്കറിയാം അഗസ്റ്റിൻ്റെ മാനസാന്തരം. ഇതുപോലെ ഏതെങ്കിലും ഒരു വിശുദ്ധനെ കൂടി കണ്ടെത്തി ആ വിശുദ്ധൻ്റെ ജീവചരിത്രം വായിക്കണം. നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ഈ പാഠം ക്ലാസ്സും മുഴുവൻ നമുക്ക് സമർപ്പിക്കാം. എന്നിട്ട് പ്രാർത്ഥിക്കാം അല്ലേ? കണ്ണടച്ച് കൈകൾ കൂപ്പി നിൽക്കുക. നല്ല ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങയോട് ചേർന്ന് നിൽക്കുന്നത് സഭയിലൂടെയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങയുടെ നിരന്തര സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിലും ഈ ലോകം മുഴുവനിലും ഉണ്ടല്ലോ. അങ്ങയെ സ്നേഹിക്കുവാനും വിശുദ്ധിയിൽ വളരുവാനും നല്ല കുഞ്ഞുങ്ങളാകുവാനും ഓരോ നിമിഷവും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.